ദൈവസാന്നിധ്യം എന്തെന്നും ദൈവസാന്നിധ്യത്തിൻ്റെ ആഴം എന്തെന്നും തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിലെ എല്ലാ മേഖലകളിലും കർത്താവിൻ്റെ സാന്നിധ്യത്തെ നമ്മൾ നിശ്ചയമായിട്ട് സ്വാഗതം ചെയ്തിരിക്കും. കാരണം അവൻ്റെ സാന്നിധ്യം നമുക്ക് സ്വസ്ഥതയും സമാധാനവും നൽകുന്നതാണ്. നമ്മുടെ ഏത് ബുദ്ധിമുട്ടേറിയ അവസ്ഥയിലും അവൻ്റെ സാന്നിധ്യം നമ്മളോട് കൂടെയുണ്ടെങ്കിൽ ആ ബുദ്ധിമുട്ട് നമ്മൾ അറിയത്തില്ല. അതുകൊണ്ട് അത്രേ പുറപ്പാടിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. പുറപ്പാട് 33:15 നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. മോശ ദൈവത്തോട് പറയാണ്, തിരുസാന്നിധ്യം എന്നോടുകൂടി പോരുന്നില്ല എങ്കിൽ ഞങ്ങളെ ഇവിടെ നിന്നും പുറപ്പെടുവിക്കരുത്. ആ സാന്നിധ്യത്തിൻ്റെ വില തിരിച്ചറിഞ്ഞ മോശ ദൈവത്തോട് പറയാ, തിരുസാന്നിധ്യം എൻ്റെ കൂടെ പോരുന്നില്ലെങ്കിൽ ഞങ്ങളെ അയക്കരുത്. കാരണം മോശ ഒരു സത്യം തിരിച്ചറിഞ്ഞു. തിരുസാന്നിധ്യം, ദൈവത്തിൻ്റെ സാന്നിധ്യം കൂടെ ഇല്ലെങ്കിൽ ആ യാത്ര ദുഷ്കരമാണ്. എത്തിച്ചേരേണ്ടടുത്ത് എത്തിച്ചേരത്തുമില്ല. എന്നെ കേൾക്കുന്ന ആ ദൈവവൈതലേ, ഇന്ന് നിങ്ങൾ അഭിമുഖീകരിക്കുന്ന ഏത് വിഷയമായിക്കോട്ടെ, നിങ്ങളുടെ കുടുംബജീവിതത്തിലെ വിഷയമോ, നിങ്ങളുടെ ജോലി മേഖലകളുടെ വിഷയമോ, ബിസിനസ് മേഖലകളുടെ വിഷയമോ, ശുശ്രൂഷകരാരെങ്കിലും ഉണ്ടെങ്കിൽ കേട്ടാട്ടെ, ശുശ്രൂഷയിലുള്ള വിഷയമോ, ദൈവ സാന്നിധ്യത്തെ നിങ്ങളുടെ ആ വിഷയത്തിലേക്ക് ഇന്ന് പകലിൽ ഒന്ന് സ്വാഗതം ചെയ്യാമോ? നിങ്ങൾ അത്ഭുതം കണ്ടിരിക്കും. ദൈവിക സമാധാനം നിങ്ങളുടെ ആ വിഷയത്തിന്മേൽ വെളിപ്പെടുന്നത് നിങ്ങളുടെ നഗ്ന നേത്രങ്ങൾ കൊണ്ട് കാണുവാൻ ഇടയാകും. ഈ ദൈവ സാന്നിധ്യം ചുമന്ന് നടന്നു കഴിഞ്ഞാൽ അതെ, വിഷയങ്ങൾ നിങ്ങളുടെ മുമ്പിൽ വഴിമാറുക തന്നെ ചെയ്യും. നിങ്ങൾ ആ വിഷയത്തിന്മേൽ ജയമെടുക്കുക തന്നെ ചെയ്യും. അതാണ് ആ സാന്നിധ്യത്തിൻ്റെ പ്രത്യേകത. ആ സാന്നിധ്യമില്ലെങ്കിൽ നമ്മൾ പല വിഷയങ്ങളും തോറ്റു പിന്മാറേണ്ടി വരും. ഇന്ന് പരിശുദ്ധാത്മാവിന് നിങ്ങളോട് ആലോചന പറയുന്നു, ദൈവ സാന്നിധ്യത്തെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് സ്വാഗതം ചെയ്താട്ടെ. തോറ്റു പിന്മാറി നിൽക്കേണ്ടവരല്ല, നിങ്ങൾ ജയാളികളായി മുന്നേറേണ്ടവരാ. അതുകൊണ്ട് തിരുസാന്നിധ്യം നിങ്ങളുടെ കൂടെ പോരണമോ? ദൈവത്തോട് ഇന്ന് പകലിൽ ചോദിച്ചാട്ടെ. ദൈവം അവൻ്റെ സാന്നിധ്യത്തെ ധാരാളമായി ഇന്ന് പകരുക തന്നെ ചെയ്യും. ആമേൻ. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, വിശ്വാസ സമൂഹമേ, ഈ ദൈവ സാന്നിധ്യത്തിൻ്റെ വില ഇന്ന് പകലിൽ തിരിച്ചറിയണം കേട്ടോ. ലോകത്തിലുള്ള മറ്റേതിനെക്കാട്ടിലും വിലയേറിയതാണ് ഒരു വിശ്വാസിക്ക് ദൈവ സാന്നിധ്യം എന്ന് പറയുന്നത്. അതുകൊണ്ട് അത്രേ ദാവീദ് സങ്കീർത്തനം 51:11 ഇങ്ങനെ വിളിച്ചു പറയുന്നു, നിന്റെ സന്നിധിയിൽ നിന്ന് എന്നെ തള്ളിക്കളയരുത്, നിന്റെ പരിശുദ്ധാത്മാവിനെ എന്നിൽ നിന്നും എടുത്തു കളയരുതേ. ഈ സാന്നിധ്യത്തിൻ്റെ ആഴവും വലിപ്പവും തിരിച്ചറിഞ്ഞ ദാവീദ് നിലവിളിക്കുക. എന്തു പോയാലും ദാവീദിന് പ്രശ്നമില്ല. സാന്നിധ്യം പോകരുത്, സന്നിധിയിൽ നിന്ന് എന്നെ തള്ളിക്കളയരുത്, പരിശുദ്ധാത്മാവിനെ എന്നിൽ നിന്നും എടുത്തു കളയരുത്. എന്നെ കേൾക്കുന്ന ദൈവവൈതലേ, ഇന്ന് പകലിൽ നമ്മുടെ ശ്രദ്ധയും ആഗ്രഹവും ഒന്നിൽ മാത്രമായിരിക്കണം, ദൈവ സാന്നിധ്യം. മറ്റൊന്നിലേക്കും പോകരുത് നമ്മുടെ ശ്രദ്ധയും ചിന്തയും. ഈ സാന്നിധ്യമാണെങ്കിൽ നിങ്ങളുടെ പല വിഷയത്തിന്മേലും വിടുതല. നിങ്ങളുടെ ആഗ്രഹവും താല്പര്യവും ഈ സാന്നിധ്യത്തിനകത്താണെങ്കിൽ ഇന്ന് പകലിൽ നിങ്ങളുടെ പല മണ്ഡലത്തിന്മേലും വിടുതല. എത്ര പേര് വിശ്വസിക്കുന്നു? അതുകൊണ്ട് ഇന്ന് പകലിൽ ഈ ദൈവ സാന്നിധ്യത്തെ ഇതുവരെ തിരിച്ചറിഞ്ഞിട്ടില്ലാത്തവർ ഒന്ന് പ്രാർത്ഥിച്ചു തുടങ്ങിയാട്ടെ. കർത്താവിനോട് ഹൃദയത്തിന്റെ ആഴത്തിൽ നിന്ന് പ്രാർത്ഥിച്ചാട്ടെ. കർത്താവെ, എനിക്ക് അങ്ങയുടെ സാന്നിധ്യം ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യണം. ഇന്ന് വരെ ഞാനതൊന്ന് അനുഭവിച്ചിട്ടില്ല. ഒരു പ്രാവശ്യമെങ്കിലും എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടെങ്കിലുണ്ടല്ലോ, നിങ്ങൾ ആ സാന്നിധ്യം വിട്ടു പോകത്തില്ല. ദൈവത്തോടൊന്ന് പ്രാർത്ഥിച്ചാട്ടെ. നമുക്ക് കണ്ണുകളെ അടയ്ക്കാൻ പ്രാർത്ഥിക്കും. കർത്താവെ, നൽകി തന്ന അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതത്തിനായിട്ട് നന്ദിയോടെ സ്തുതിക്കുന്നു. ഈ ദൂത് ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ ദൈവമക്കളെയും പിതാവിൻ്റെ പുത്രൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ നാമം ചൊല്ലി അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഇന്ന് വരെ ഇവർ ദൈവ സാന്നിധ്യം അനുഭവിച്ചിട്ടില്ല എങ്കിൽ കർത്താവെ, അവരെ അങ്ങയുടെ വിലയേറിയ സാന്നിധ്യത്താൽ പുതിയണമെന്ന് പ്രാർത്ഥിക്കുന്നു, നിറയ്ക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അവർക്കൊരു എൻകൗണ്ടർ ഉണ്ടാകട്ടെ. യേശുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഒരു ദൈവപ്രവൃത്തി വെളിപ്പെടട്ടെ. അതുപോലെ അവർ അഭിമുഖീകരിക്കുന്ന എല്ലാ വിഷയത്തിന്മേലും അങ്ങയുടെ സാന്നിധ്യത്തെ അയച്ച് അവരെ വിടുവിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. സ്വർഗം തുറന്ന് പ്രാർത്ഥനയിട്ട് നന്ദി. സകലമാനവും മാത്രം കർത്താവ് ഞങ്ങൾക്ക് ആ ജീവൻ തന്ന യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. ഈ വചനത്താൽ ഇവരെ എന്ത് ചെയ്യും? സമൃദ്ധിയായി ധാരാളമായി അനുഗ്രഹിക്കട്ടെ.